ഒരു ടീമിൽ 3 പാർട്സാണ് ഉള്ളത്. ഫോർവേഡ്, മിഡ്ഫീൽഡ്, ഡിഫൻഡേഴ്സ്. ഇവിടെ നമ്മുടെ ഫോർവേഡിനെ എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ അപ്പുറത്തെ ഡിഫൻഡേഴ്സിൻ്റെ കാലിൽ നിന്ന് ബോൾ തട്ടിപ്പറിച്ച് കൊണ്ടുപോയി ഗോളടിക്കാനുള്ള ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. പെപ്ര മാത്രമേ ഉള്ളൂ ഒരു മസ്കുലൈനായിട്ട്. ഈ ജിമിനസ് എന്ന് പറയുന്നവൻ്റെ തലയെ കൊണ്ട് കൊടുത്താലും കാലിൽ കൊണ്ട് കറക്റ്റായിട്ട് കൊടുത്താലും മാത്രമേ അവൻ ഗോളടിച്ച് കയറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ അവൻ്റെ കാലിൽ നിന്ന് ഗോളടിച്ച് അങ്ങോട്ട് ഗോൾ പോസ്റ്റിൻ്റെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവൻ്റെ മാനറിസം കാണാം, അയ്യോ എൻ്റെ എല്ലാം പോയി. ഇങ്ങനെ പോകുമ്പോൾ തന്നെ ഒരു ടീമിൻ്റെ കംപ്ലീറ്റ്ലി ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെടും. ആ ഫോർവേഡ് അങ്ങനെയാണ് നമ്മുടെ. പിന്നെ മിഡ്ഫീൽഡേഴ്സ് ഒരുവിധം നന്നായിട്ട് കളിക്കുന്ന പ്ലെയേഴ്സ് ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ചോട്ട എന്താ പറയുക പ്ലെയേഴ്സ് ഉണ്ട്. ഇറ്റ്സ് ഓക്കെ. ഇനിയാണ് നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിഫൻഡേഴ്സ് വരുന്നത്. ഇവിടെയാണ് സന്ദീപ് എന്ന് പറയുന്നവനും ഹോമി എന്ന് പറയുന്നവനും നമ്മുടെ ബാക്കിൽ നിന്ന് കുത്തുന്നത്. പാസ് കൊടുക്കാൻ അറിയത്തില്ല. ആദ്യത്തെ ഈ സീസൺ തുടങ്ങി 6ാമത്തെ മാച്ച് തൊട്ട് ഞാൻ പറയുന്നത് ഇവനെയൊന്നും കളിപ്പിക്കരുത്. കളിപ്പിച്ചാൽ നമ്മൾ ഈ ഒരു ഗതി തന്നെയാവും. സ്വന്തം നാട്ടിൽ ജയിക്കാൻ പറ്റാത്ത ഇവരൊക്കെ എവിടെ പോയി കളിച്ചിട്ട്. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്, ഈ ബംഗാളീസിനെ വെച്ച് കളിപ്പിച്ചാൽ ജയിക്കില്ല. നല്ല മസ്കുലനായിട്ടുള്ള പ്ലെയേഴ്സ് വേണം.